ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഒരാളെ കണ്ടതും അവൾ ഞെട്ടി. അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഗുരുദേവനാണ്. ശംഭോ മഹാദേവ, ഹര ഹര മഹാദേവ. സാക്ഷാൽ മഹാദേവൻ അനുഗ്രഹിച്ച് നീ ഇപ്പോൾ ഒരു നാഗകന്യകയായിരിക്കുകയാണ്. ഇച്ഛാധാരി നാഗകന്യക. 100 വർഷം തപസ്സിരുന്നു മാത്രം നേടുന്ന വരമാണ് നാഗവും മനുഷ്യനുമായി ജീവിക്കാൻ കഴിയുന്ന വരദാനം. പക്ഷേ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയാൽ, ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും വന്ന പ്രകാശത്താൽ നിനക്ക് ആ ഭാഗ്യം ലഭിച്ചു. നീ ഒരു നാഗകന്യകയായിരിക്കുകയാണ്. ശിവഭഗവാന്റെ നാഗകന്യക, ശേഷ നാഗകന്യക. ഇനി നീയാണ് നാഗലോകത്തിന്റെ രക്ഷക. നീയാണ് നാഗലോകത്തിന്റെ പുതിയ ഉത്തരാധികാരി, ശേഷ നാഗകന്യക. ശിവഭഗവാന്റെ അമൂല്യ നിധിയായ നാഗമാണിക്യത്തെ സംരക്ഷിക്കേണ്ടത് ഇനി നീയാണ്. ശത്രുക്കളിൽ നിന്നും നീ നാഗമാണിക്യത്തെ രക്ഷിക്കുകയും ശിവഭഗവാനെ പൂജ ചെയ്യാനും വിധിക്കപ്പെട്ട നാഗകന്യകയാണ് നീ. നിന്റെ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായം ഇവിടെ നിന്നും തുടങ്ങുകയാണ്. നിനക്കിനി ആരുടെയെങ്കിലും രൂപം സ്വീകരിക്കണോ? ആരെയെങ്കിലും നിന്റെ വാലിന്റെ തുമ്പിൽ ചുരുട്ടിയെറിയണമോ? നിനക്കാരോടെങ്കിലും പ്രതികാരം വീട്ടണമോ? അതിനെല്ലാം നിന്റെ ഈ നാഗശക്തി ഉപയോഗിക്കാം. മനുഷ്യരിൽ നിന്നും എന്നും നിനക്ക് നിന്റെ ഈ സത്യത്തെ മറക്കേണ്ടി വരും. പക്ഷേ ഒന്നു മാത്രം നീ എന്നും ഓർക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. ഇത്രയും പറഞ്ഞ് ആ ഗുരുദേവൻ അവിടെ നിന്നും പോയി. ഇതേ സമയം പ്രാർത്ഥന തന്റെ ഉള്ളിൽ സംഭവിച്ച മാറ്റത്തെ അംഗീകരിക്കുകയായിരുന്നു. മഹാദേവ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പോൾ ശരിക്കും നാഗകന്യകയായോ? അതും ശേഷനാഗകന്യക. കഥകളിൽ വായിച്ചതുപോലെ ശിവഭഗവാന്റെ നാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്ന നാഗിനിയല്ലേ ശേഷനാഗിനി? ഞാനിപ്പോൾ അതേ ശേഷനാഗിനിയല്ലേ ആയിരിക്കുന്നത്? എന്റെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഞാൻ നാഗകന്യകയുമായിരിക്കുന്നു. എന്റെ കർത്തവ്യങ്ങൾ ഞാൻ നിറവേറ്റും മഹാദേവ. കരഞ്ഞിരിക്കില്ല ഞാൻ. ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്ന ഞാൻ നാഗകന്യകയായതിൽ എനിക്ക് ആകുലതകൾ ഒത്തിരിയുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇതിനെല്ലാത്തിനും ഉപരിയായി മഹാദേവന്റെ ഭക്തയാണ്. ഈ ഭക്ത ഇനി അവിടുത്തെ സംരക്ഷക കൂടിയാണ്. എന്റെ കർത്തവ്യങ്ങൾ ഞാൻ നിറവേറ്റും മഹാദേവ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവിടെ നിന്നും തിരികെ പോയി. പോകുന്ന വഴി അവളുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ കടന്നു വന്നു. അപ്പോ എന്റെ വിധിയിൽ ഉണ്ടായിരുന്നത് ഈ സത്യമായിരുന്നു. ഞാൻ ശേഷനാഗകന്യകയാകുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും അന്ന് ആ പാമ്പിൻ പൊട്ടിൽ നിന്നും ഞാൻ പാൽ കൊടുക്കാനായി പോയപ്പോൾ ആ സർപ്പങ്ങൾ എന്നെ വണങ്ങിയത്. അപ്പോ ഇതാണ് എന്റെ ജീവിതത്തിലെ ആ സത്യം. അമ്മയും അച്ഛനും എന്നെ നാട്ടിൽ വരരുതെന്ന് വിലക്കിയിരുന്നതും എന്റെ ജാതകത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിധി ഉള്ളത് കൊണ്ടായിരിക്കും. അറിഞ്ഞു അമ്മേ, അച്ഛ, എന്റെ വിധിയെ ഇപ്പോൾ ഞാൻ തന്നെ സ്വയം തിരഞ്ഞെടുത്തു. ഞാൻ നാഗകന്യകയായി.